ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് വരെ നിങ്ങളുടെ മുന്നിൽ വരണം അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം CSEBയുടെ എക്സാമിന് വന്ന മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. 100 മാർക്കിലേക്കാണ് CSEBയുടെ എക്സാം വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് സബ്ജക്റ്റുകളിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി നമുക്ക് മുന്നിൽ വരുന്ന CSEB എക്സാം എന്നത് നമുക്കൊരു ക്രൂഷ്യലാണ്. കാരണം എന്താ, അതായത് ആദ്യത്തെ ഒരു ചേഞ്ചിന് ശേഷം വരുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പഴയതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നന്നായി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് എങ്ങനെ പുതിയ ക്വസ്റ്റ്യൻസ് വരും, അതേപോലെ ആ ക്വസ്റ്റ്യനെ എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി CC ബാങ്ക് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ മോക്ക് ടെസ്റ്റ് എന്നത്. അതായത് CSEBയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മോക്ക് ടെസ്റ്റ്. എന്താണ് ഈ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുന്നത് നോക്കാം. അതായത് 100 മാർക്കില് നമുക്ക് ഒരു എക്സാം എഴുതുകയാണ്. 100 മാർക്കിൽ എക്സാം എഴുതുക വെച്ചാൽ നമ്മുടെ ആ പാറ്റേൺ പ്രകാരമായിരിക്കാം ഈ 100 മാർക്കിൽ എക്സാം എഴുതുക. അതായത് ഓരോ സബ്ജക്റ്റിനും എത്രത്തോളം മാർക്കുകൾ ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ 100 മാർക്കുകളുടെ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിരിക്കുക. നമുക്ക് നോക്കാലോ ഓരോരോ സബ്ജക്റ്റിനും എത്രത്തോളം മാർക്ക് പ്രകാരമാണുള്ളത്. നോക്കാം. ഇവിടെ സിലബസിൽ ആകെയുള്ളത് 100 മാർക്കാണ്. 100 മാർക്കിന് 100 ചോദ്യങ്ങളാണ് നമ്മളുടെ മുന്നിലേക്കുള്ളത്. ഏതൊക്കെയാണ് വിഷയങ്ങൾ? നമുക്കറിയാം വിഷയങ്ങൾ നമുക്ക് 7 വിഷയങ്ങളുണ്ട്. ഒന്നാമത്തത് ജനറൽ ഇംഗ്ലീഷ്, അതേപോലെ ജനറൽ നോളജ് GK, അതേപോലെ റീസണിംഗ്, അത് കഴിഞ്ഞാൽ കോർപ്പറേഷൻ പ്രിൻസിപ്പൽസ് ആൻഡ് പ്രാക്ടീസ്, അതേപോലെ കോർപ്പറേഷൻ ആക്ട്, റൂളുകൾ, ബാങ്കിങ്, അക്കൗണ്ടിങ്. ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ്, എത്രത്തോളം ചോദ്യങ്ങളാണ്, അതേപോലെ എത്രത്തോളം മാർക്കാണുള്ളത് നമുക്ക് നോക്കണ്ടേ. നോക്കാം. നമുക്ക് ജനറൽ ഇംഗ്ലീഷിന് 10 ചോദ്യങ്ങളിൽ നിന്നും 10 മാർക്ക് ഉണ്ട്. അതേപോലെ GKയിൽ നിന്ന് 10 ചോദ്യങ്ങൾക്ക് 10 മാർക്കുകൾ. അതേപോലെ റീസണിംഗില് 10 ചോദ്യങ്ങളിൽ നിന്നും 10 മാർക്കുകൾ. അതേപോലെ കോർപ്പറേഷന്റെ 2 പേപ്പറിൽ അവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം CSEBയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ കോർപ്പറേഷന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ പ്രിൻസിപ്പൽ ആൻഡ് പ്രാക്ടീസിന് 15 മാർക്കിനുള്ള 15 ചോദ്യങ്ങളും, കൂടാതെ ആക്ടുകൾക്കും 15 മാർക്കിനുള്ള 15 ചോദ്യങ്ങളുമാണ് ഉള്ളത്. ഇനി അവസാനത്തെ 2 വിഷയങ്ങളാണ് ബാങ്കിങ് ആൻഡ് അക്കൗണ്ടിങ്. ആ 2 വിഷയങ്ങൾക്കും 20 മാർക്കിന്റെ 20 ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള സിലബസിലെ 100 ചോദ്യങ്ങൾ, ആ 100 മാർക്കിനുള്ള 100 ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങളിലെയും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് വ്യത്യസ്തമായ സബ്ജക്റ്റുകളിലെ ഓരോരോ സബ്ജക്റ്റിനും വേണ്ട മാർക്കുകൾ നോക്കിക്കൊണ്ട് ആകെ 100 ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സാം, ഒരു ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നത്, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 11 വൈകിട്ട് 5 മണിക്കാണ്. നിങ്ങൾക്ക് ഏപ്രിൽ 15 വൈകിട്ട് 5 മണി വരെ ഈ എക്സാം എഴുതാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് തെറ്റായ ഉത്തരങ്ങൾക്ക് 1 മാർക്ക് നഷ്ടപ്പെടും പോലെ തന്നെയാണ് നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാതെ നിന്നാലും. സോ അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പോവുക. ഈ ഒരു ദിവസം നിങ്ങൾ മൈൻഡിൽ ഇരിക്കട്ടെ. എപ്പോഴാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏപ്രിൽ 11 5 മണിക്കാണ്. അതേപോലെ ഏപ്രിൽ 15 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാവുന്നതാണ്. സോ എല്ലാവരും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാരണം എന്താ, നമുക്ക് എക്സാം വരുന്നതിന് മുന്നേ എക്സാം പോലെ തന്നെ, അല്ലെങ്കിൽ എക്സാം പാറ്റേൺ പോലെ തന്നെ നമുക്കൊരു എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ എക്സാമില് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഉള്ള ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. അതോടുകൂടെ തന്നെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.